ഗ്രീക്ക് പുരാണങ്ങളിൽ സിയൂസിന്റെയും ലെറ്റോയുടെയും പുത്രിയാണ് ഈ കഥാപാത്രം. നായാട്ട്, വന്യജീവികൾ തുടങ്ങിയവയുടെ ദേവതയായ ഇവർ പെൺകുട്ടികളെ സംരക്ഷിക്കുകയും യുവതികൾക്ക് രോഗങ്ങൾ, രോഗശാന്തി എന്നിവ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവളുമായിരുന്നു. പ്രാചീന കാലത്തെ സപ്താത്ഭുതങ്ങളിൽ ഒന്ന് ഇവരുടെ പേരിലുള്ള ക്ഷേത്രമായിരുന്നു. ഈ കഥാപാത്രത്തിന്റെ പേര് ചാന്ദ്രദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കഥാപാത്രം ആരാണ്? ഉത്തരം ആർത്തമീസ്. നാസയുടെ ഇതുവരെയുള്ള ചാന്ദ്ര ദൗത്യങ്ങൾക്ക് പേര് അപ്പോളോ എന്നായിരുന്നു. ഇനി നടക്കാനിരിക്കുന്ന ദൗത്യത്തിന് ആർത്തമീസ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഗ്രീക്ക് പുരാണത്തിലെ അപ്പോളോ ദേവന്റെ സഹോദരിയാണ് ആർത്തമീസ്. പുതിയ ദൗത്യത്തിൽ ഒരു സ്ത്രീ കൂടി ഉണ്ടാവും എന്നതിനാലാണ് പേരുമാറ്റം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളിൽ ഒരാളായ ഇദ്ദേഹം തന്റെ യഥാർത്ഥ പേര് 1980കളിൽ മാറ്റി പേരിന്റെ കൂടെ പുതുതായി ഒരു വാക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ സഹോദരി ബ്രദർ എന്നതിനെ തെറ്റായി ഉച്ചരിച്ച പേരാണ് അദ്ദേഹം സ്വന്തം പേരിന്റെ കൂടെ സ്വീകരിച്ചത്. ആരാണ് അദ്ദേഹം? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിലിറങ്ങിയ രണ്ടാമത്തെ വ്യക്തിയായ എഡ്വിൻ ആൽഡ്രിന്റെ സഹോദരി ബ്രദർ എന്നത് തെറ്റായി ഉച്ചരിച്ചത് ബെസർ എന്നായിരുന്നു. അതിൽ നിന്നാണ് ബെസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് മരിയൻ മൂൺ എന്നായിരുന്നു. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിലിറങ്ങിയ ആൽഡ്രിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മനോഹരം, മനോഹരം, ഗംഭീരമായ ശൂന്യത. ആംസ്ട്രോങ്ങിനെയും ആൽഡ്രിനെയും കൂടാതെ അപ്പോളോ 11 ദൗത്യത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെയാളാണ് മൈക്കൽ കൊളിൻസ്. വാഹനം നിയന്ത്രിക്കേണ്ടിയിരുന്നതിനാൽ അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. It's almost like a powder. Ground mass is very fine. I am going to step off the LM now. ഈ വാക്കുകൾ നമുക്ക് അത്ര പരിചയമില്ലെങ്കിലും ഇതിനുശേഷം ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ ലോക പ്രശസ്തമാണ്. ഏത് വ്യക്തി, എന്താണ് ഇതിനുശേഷം പറഞ്ഞ പ്രശസ്തമായ വാക്യം? ഉത്തരം നീൽ ആംസ്ട്രോങ്. That's one small step for man, one giant leap for mankind. ഇത് മനുഷ്യന്റെ ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ ലോകമെങ്ങും പ്രശസ്തമായി. ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിൽ യാത്ര തിരിച്ച ആംസ്ട്രോങ്, ആൽഡ്രിൻ, കൊളിൻസ് എന്നിവർ ചന്ദ്രനിൽ പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. തിരിച്ച് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയ അവരെ ഹോണറ്റ് എന്ന കപ്പലിൽ എത്തിച്ചെങ്കിലും 18 ദിവസത്തേക്ക് ബാഹ്യലോകവുമായി അടുത്തു പെരുമാറാൻ അനുവാദം നൽകില്ല. അജ്ഞാതമായ ഏതെങ്കിലും രോഗാണുക്കൾ അവരുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു ഇത്. ആദ്യമായി ചന്ദ്ര ഉപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു 1959 ചന്ദ്രന്റെ ഉപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഇതേ വർഷം തന്നെ മറ്റൊരു മനുഷ്യനിർമ്മിത ശൂന്യാകാശയാനം ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത വശത്തിന്റെ ചിത്രമെടുക്കുന്നതിൽ വിജയിച്ചു. വിജയകരവും അപകടരഹിതവുമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ യാനം എന്ന ബഹുമതി 1966 ചന്ദ്രനിലിറങ്ങിയ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിന് അവകാശപ്പെട്ടതാണ്. ഏതു പേരിലാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത്? ഉത്തരം ലൂണ. ശൂന്യാകാശത്തെ ഏതെങ്കിലും ഒരു വസ്തുവിൽ ആദ്യം സ്പർശിച്ച മനുഷ്യനിർമ്മിത ഉപകരണമാണ് ലൂണ 2. ചിത്രങ്ങൾ എടുത്തത് ലൂണ 3 ആണെങ്കിൽ 1966 ചന്ദ്രനിൽ ഇറങ്ങിയത് ലൂണ 9 ആയിരുന്നു. ജോൺസ് ജേക്കബ് ബെർസിലിയസ് 1817 കണ്ടെത്തിയ ഈ മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 34 ആണ്. മുൻപ് കണ്ടെത്തിയ ഭൂമിയുടെ പേരിൽ നാമകരണം ചെയ്ത ടെലൂറിയം എന്ന മൂലകത്തോട് സാമ്യം കാരണമാണ് അദ്ദേഹം ഈ മൂലകത്തിന് പേര് നൽകിയത്. ഏതാണ് ഈ മൂലകം? ഉത്തരം സെലീനിയം. ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ദേവതയാണ് സെലിൻ. സെലീന, ആർത്തമീസ്, ഹെക്കാറ്റ എന്ന 3 പേരെയും ചന്ദ്രന്റെ പ്രതിരൂപങ്ങളായി ഗ്രീക്കുകാർ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും സെലിനെ ചന്ദ്രനായി തന്നെ കണക്കാക്കുന്നു. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെലിനോളജി. സെലിൻ എന്ന പേരിന് സമാനമായ റോമൻ പേരാണ് ലൂണ. 21ാമത്തെ അമിനോ ആസിഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംയുക്തമാണ് സെലിനോസിസ്റ്റീൻ. അപ്പോളോ 6 വിക്ഷേപണങ്ങളിൽ നിന്നായി ചന്ദ്രനിൽ ഇറങ്ങിയ 12 പേരിൽ ഏറ്റവും അവസാനമായി കാലുകുത്തിയ വ്യക്തി? ഉത്തരം യൂജിൻ സെർനാൻ. അപ്പോളോ 17 എന്ന വാഹനത്തിൽ യാത്ര തിരിച്ച ഇദ്ദേഹം 1972 ഡിസംബറിലാണ് ചന്ദ്രനിലിറങ്ങിയത്. യൂജിൻ ആൻഡ്രോൺ സെർനാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അർമലോകോലൈറ്റ്, ട്രാൻക്യുലൈറ്റൈറ്റ്, പൈറോക്സ്ഫെറൈറ്റ് എന്നിവ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്തിയ ധാതുക്കളാണ്.
ഇവയിൽ ടൈറ്റാനിയം ധാരാളമായി അടങ്ങിയ അർമൽകൊലൈറ്റ് അഗ്നിപർവ്വതങ്ങളിലും ചിലയിനം പാറകളിലുമൊക്കെ കണ്ടെത്തുകയുണ്ടായി. അർമൽകൊലൈറ്റ് എന്ന പേരിന്റെ ഉത്ഭവം എന്താണ്? 1969 ചാന്ദ്രദൗത്യത്തിലെ അംഗങ്ങളുടെ പേരുകളിൽ നിന്നും കടമെടുത്താണ് ഈ പേര് രൂപീകരിച്ചത്. പുരാണത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. കുബേരൻ നൽകിയ വമ്പൻ സദ്യ വയറു നിറയെ കഴിച്ച് തന്റെ വാഹനമായ എലിയുടെ പുറത്തു കയറി വരികയായിരുന്നു ഗണപതി. ആ സമയത്ത് ഒരു പാമ്പ് മുന്നിൽ വരികയും എലി പേടിച്ചോടി പോവുകയും ചെയ്തു. എലിയുടെ പുറത്തുനിന്ന് വീഴുന്ന ഗണപതി കഴിച്ചതെല്ലാം അവിടെ ഛർദ്ദിച്ചു. ഇത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചെന്നും അതിൽ കുപിതനായ ഗണപതി തന്റെ കൊമ്പ് പൊട്ടിച്ച് ചന്ദ്രനെ എറിഞ്ഞെന്നുമാണ് കഥ. വിനായക ചതുർത്ഥി ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. എന്താണ് അത്? ഉത്തരം: വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്നതാണ് വിശ്വാസം. ഗണപതി അന്ന് കൊമ്പുകൊണ്ട് എറിഞ്ഞതാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കലയും ഗർത്തങ്ങളും ഉണ്ടാവാൻ കാരണം എന്ന് ഐതിഹ്യം. ഇസ്ലാമിൽ ചന്ദ്രനെ ദൈവത്തിന്റെ ഒരു ചിഹ്നമായി കണക്കാക്കുന്നു. റംസാൻ മാസത്തിന്റെ ആരംഭം, അവസാനം എന്നിവ നിർണയിക്കുന്നതിൽ ചന്ദ്രൻ പ്രാധാന്യം അർഹിക്കുന്നു. ഒട്ടേറെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പതാകകളിലും മറ്റു ചിഹ്നങ്ങളിലും അർദ്ധചന്ദ്രന്റെ രൂപം കാണാം. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് പലപ്പോഴും വ്യക്തികളുടെ പേര് നൽകാറുണ്ട്. ആയിരക്കണക്കിന് വ്യക്തികളിൽ ഭാരതവുമായി ബന്ധമുള്ള പേരുകളായ സീത, ആര്യഭട്ട, CV രാമൻ, ഹോമി ജെ ഭാവ, വിക്രം സാരാഭായ്, മേഘനാഥ് സാഹ എന്നിവയുമുണ്ട്. ഈ ബഹുമതിക്ക് അർഹനായ ആദ്യ ബോളിവുഡ് താരം ആരാണ്? ഉത്തരം: ഷാരൂഖ് ഖാൻ. ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ ലൂണാർ ജിയോഗ്രഫിക് സൊസൈറ്റിയാണ് ഷാരൂഖ് ഖാന്റെ 44ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഈ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2009 ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പദ്ധതി? ഉത്തരം: ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം: 2008 ഒക്ടോബർ 22. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എപ്പോഴാണ്? ഉത്തരം: 2008 നവംബർ 8. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം: ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം: 2008 നവംബർ 8. ചാന്ദ്രയാന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം: 2009 ഓഗസ്റ്റ് 29. ചാന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായിരുന്നത്? ഉത്തരം: 312 ദിവസം. ചാന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരായിരുന്നു? ഉത്തരം: JN ഗോസ്വാമി. ചാന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം: M അണ്ണാദുരൈ. ചാന്ദ്രയാൻ 1ന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ K കസ്തൂരിരംഗൻ. ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ G മാധവൻ നായർ. ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ? ഉത്തരം: ഡോക്ടർ K രാധാകൃഷ്ണൻ. ചാന്ദ്രയാൻ 1നെ ഭ്രമണപഥത്തിൽ എത്തിച്ച പേടകം? ഉത്തരം: PSLV C-11. ചാന്ദ്രയാൻ 1ന്റെ ഭാരം? ഉത്തരം: 1380 കിലോഗ്രാം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഉത്തരം: AB വാജ്പേയി. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം? ഉത്തരം: ഷാക്കിൾട്ടൺ ഗർത്തം. 2008 നവംബർ 14 ഇത് പതിച്ചത്. ചാന്ദ്രയാനിലുണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന പേടകം
ചന്ദ്രനിൽ ധാരാളം ജലം ഉണ്ടെന്ന് കണ്ടെത്തിയ ദിവസം? ഉത്തരം 2009 സെപ്റ്റംബർ 24. ചന്ദ്രയാൻ 1 സഹകരിച്ച വിദേശ രാജ്യം? ഉത്തരം അമേരിക്ക. ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം? ഉത്തരം മിനിസാർ.